നമ്മുടെ സവിശേഷമായ ചിന്തയ്ക്ക് വേണ്ടി വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 2-ാമത് വാക്യവും 9-ാമത് വാക്യവും വായിക്കാം. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായുള്ളൂ എന്ന അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ആമേൻ. 2-ാം വാക്യത്തിൽ ഒരു ചോദ്യം, യോഗ്യനാരുള്ളൂ. 9-ാം വാക്യത്തിൽ ഒരു ഉത്തരം, നീ യോഗ്യൻ. 2-ാം വാക്യത്തിലെ ചോദ്യത്തിന്റെ ഉത്തരം 9-ാം വാക്യത്തിൽ കാണുകയാണ്. നീ യോഗ്യൻ, അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. വെളിപ്പാട് പുസ്തകം ഇന്ന് രാത്രിയിൽ ചിന്തയ്ക്ക് വേണ്ടി വായിച്ചതിൽ ഞാൻ ധന്യനാ. കാരണം ഈ പുസ്തകം പഠിപ്പിക്കുന്നു, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാനാണ്. 2, നിങ്ങൾ ഭാഗ്യമുള്ളവരാ. കാരണം ഈ പുസ്തകം പഠിപ്പിക്കുന്നു, ഇത് കേൾക്കുന്നവർ ഭാഗ്യവാന്മാർ. 3, നമ്മൾ ഭാഗ്യമുള്ളവരാ. കാരണം ഈ പുസ്തകം പഠിപ്പിക്കുന്നു, ഇത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുക. വെളിപ്പാട് പുസ്തകം ഈ വേദപുസ്തകത്തിന്റെ അവസാന പുസ്തകമായി വന്നിരിക്കുക. ആദ്യ പുസ്തകത്തിന്റെ കെടുതികളെല്ലാം കൃത്യത്തിന് കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്തിരിക്കുന്ന പുസ്തകമാ അന്ത്യപുസ്തകം. അപ്പോക്കലിപ്സിസ് എന്ന മൂലഭാഷ പദപ്രയോഗത്തിൽ നിന്ന് വെളിപ്പാട് എന്ന പ്രയോഗം വന്നിരിക്കുക. മറനീക്കുക, അനാച്ഛാദനം ചെയ്യുക, എടുത്തു കാട്ടുക, തുറന്നു കാട്ടുക എന്നൊക്കെയാണ് അർത്ഥം. വെളിപ്പാട് പുസ്തകത്തിന് ഈ പുസ്തകത്തിന്റെ അവസാന പുസ്തകമായി വെച്ചത് തന്നെ കൃത്യമാണ്. കാരണം ഇത് കഴിഞ്ഞ് ഇനി ഒരു വെളിപ്പാടില്ല. ഇതാണ് ഭൂലോകത്തിന്റെ അന്ത്യത്തോളമുള്ള വെളിപ്പാട്. അതുകൊണ്ട് തന്നെ അന്ത്യപുസ്തകമായി ഇത് വന്നിരിക്കുകയാണ്. അവൻ 66 മുറികൾ അടങ്ങിയ ഒരു വലിയ ബംഗ്ലാവിനോട് വേദപുസ്തകത്തെ തുലനപ്പെടുത്തിയാൽ ഉൽപ്പത്തി അതിന്റെ പോർട്ടിക്കോ ആയിരിക്കും, പുറപ്പാട് അതിലെ ഡ്രസ്സിംഗ് റൂം, ലേവ്യ പുസ്തകം ആരാധന മുറിയ, സംഖ്യാപുസ്തകം സ്റ്റോർ റൂം. ഇങ്ങനെ ഓരോന്നിനെയും വിസ്തരിക്കാനുണ്ട്. സങ്കീർത്തനം എന്ന് പറയുന്നത് സംഗീതമുറിയ. ആരാണ്ട് എന്നാളി പറഞ്ഞു, ഈ ബംഗ്ലാവില് ഒറ്റ ലബോറട്ടറിയേ ഉള്ളു, ഈ ബാത്റൂമായിട്ടേ ഒന്നേ ഉള്ളൂ. ഞാൻ ചോദിച്ചാൽ ഏതാണ്? അപ്പൊ പറഞ്ഞു അതാണ് എസ്റ്ററിന്റെ പുസ്തകം. ഞാൻ ചോദിച്ചാൽ എന്താ, ദൈവം എന്നൊരു വാക്ക് പോലും അതിനകത്തില്ല, അതുകൊണ്ട് അതിന് ആ ബോർഡ് എഴുതി വെച്ചേക്കാൻ. അങ്ങനെ തന്നെ. ദൈവം ഇല്ലെങ്കിലും ദൈവത്തിന് വെളിപ്പാടുകളുണ്ട്. അതുകൊണ്ട് അപ്രധാനമല്ലത്, എന്നാൽ സുപ്രധാനവുമല്ല. അതുകൊണ്ട് അങ്ങനെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർത്തന പുസ്തകം ഇതിലെ സംഗീതമുറിയാണ്. ഉത്തമഗീതം മണവറയാണ്, വെളിപ്പാട് കലവറയാണ്. ഇന്ന് രാത്രിയിൽ കലവറയിലൊക്കെ കയറിയിരിക്കുന്ന കൈയിട്ട് വാരി തിന്നണം, ഇഷ്ടം പോലെ അടിച്ച് നിൽക്കണം. അതുകൊണ്ട് ഞാൻ ദൈവസ്ഥയിൽ പറയുന്നത്, തമ്പുരാനെ വട്ടളം ആശിച്ച് അടിച്ചു വിളമ്പണേ. ഓരോരുത്തരും വയററിഞ്ഞ് കൊടുക്കുവാൻ ഇന്ന് രാത്രി നമ്മുടെ കർത്താവിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായി തമ്പുരാന്റെ മുമ്പിൽ ഒരു അപേക്ഷ വയ്ക്കുക. എന്താ? ഉന്നത ബലത്തോടെ ഉന്നത ബലത്തോടെ ചെന്നിടലേ പാരാവിൻ ഭജന മന്ദമാന ചുഴല് ഉന്നത ബലത്തോടെ ചെന്നിടലേ പാരാവിൻ ഭജന
പുസ്തകത്തിന്റെ 22 അധ്യായങ്ങളിലേക്ക് ആദ്യമായ ഒരു എത്തിനോട്ടം. ഇതിന്റെ എഴുത്ത് തന്നെ AD 95-നും 96-നും ഇടയിൽ ഈജിയൻ കടലിന്റെ നടുവിലുള്ള പത്മോസിന്റെ ഏകാന്തതയിൽ വെച്ചാണ് ഈ വെളിപ്പാട് പുസ്തകം എഴുതുന്നത്. ഇടി മിന്നൽ, അതായത് സ്ഥൂലമായതും ധീരത്വമായ പർവ്വതത്തിൽ മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയുടെ ഇടയിൽ, ഇടിമിന്നലിന്റെ ഇടയിൽ എഴുതി തുടങ്ങിയ തിരുവചനം ഇടിമക്കളിൽ ഒരുവനായ യോഹന്നാനാൽ എഴുതി അവസാനിപ്പിക്കുവാൻ തേജോമയനായ ദൈവം മുന്നമേ പദ്ധതികൾ ഒരുക്കിയിരുന്നു. ഈജൻകടലിന്റെ നടുവിലുള്ള പത്മോസിന്റെ ഏകാന്തതയിലേക്ക് ഡോമിഷ്യൻ കൈസറാൽ നാടുകടത്തപ്പെട്ട എഫെസോസിലെ സഭയുടെ മൂപ്പനായിരുന്ന യോഹന്നാൻ ഏതുമില്ല, ആരുമില്ല, ഒന്നുമില്ലെന്നുള്ള നിലയിൽ എഫെസോസിൽ നിന്ന്, വലിയ സഭയിൽ നിന്ന് ഈ ഏകാന്ത തടവിലേക്ക് പറഞ്ഞയക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രകൾ തമ്മിൽ ചുംബിച്ചു. ഒരുമിച്ച ഇരുമ്പ് വാതിലുകൾ അടഞ്ഞു വിളിച്ചു പറഞ്ഞു, വരരുത്, കൊക്കോ, അടുകടത്തുക. കഥകടയ്ക്കുന്നത് കണ്ടിട്ട് കണ്ണടയ്ക്കാത്ത സ്വർഗം കഥക് തുറന്നിട്ടു. സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നതും കാഹളനാദം പോലിനോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം, ഇവിടെ കയറി വരിക, സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഡോമിഷ്യനെ ഇറക്കി വിടാനേ നിനക്കറിയത്തുള്ളൂ, കയറി വരാൻ പറയാൻ മറ്റൊരുത്തൻ ഉയരത്തിലുണ്ട്. അവിടെ പോകാൻ വിസയും വേണ്ട, പാസ്പോർട്ടും വേണ്ട, കണ്ണി വയ്ക്കുന്നിട മേലിട്ട് കയറി. അത് ശരീരത്തോട് കൂടെയോ ശരീരമില്ലയോ എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. പൗലോസ് പോയപ്പോഴും പറയുന്നത് ശരീരത്തോടു കൂടെയോ ശരീരത്തോടു കൂടെ അല്ലാതെയോ എന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ലെന്നാ. മനുഷ്യർക്ക് കേൾക്കുവാൻ, ഉച്ചരിക്കുവാൻ കഴിയാത്ത ശബ്ദങ്ങൾ അവിടെ കേട്ടുന്ന. എന്തായിരുന്നാലും യോഹന്നാനെ വിളിച്ച് ഉന്നതത്തിലേക്ക് കയറ്റി അവനോട് പറഞ്ഞു, നീ കാണുന്നതും ഇപ്പോഴുള്ളതും ഇനി മേലാൽ സംഭവിക്കാനിരിക്കുന്നതുമായ സകല വിഷയങ്ങളും ഞാൻ പറഞ്ഞു തരും, കാണിച്ച് നീ കാണുന്നതൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ 7 സഭകൾക്ക്, ആസിയയിലുള്ള അല്ലെങ്കിൽ ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്ക് ഈ ദൂത കൊടുത്തയക്കേണ്ടതിന് വേണ്ടി സഭയ്ക്ക് കൊടുത്ത പ്രേമലേഖനമാ വെളിപ്പാട് പുസ്തകം. എക്ലേഷ്യയുടെ പ്രേമവിഗ്രഹമായ ക്രിസ്തു തന്റെ പ്രേമഭാജനമായ എക്ലേഷ്യയ്ക്ക് ഉയർത്തേണ്ട അകലങ്ങളിലേക്ക് കഴിഞ്ഞപ്പോൾ എഴുതിക്കൊടുത്ത പ്രേമലേഖനമായത്. പണ്ട് നാടുകടത്തപ്പെട്ട വലിയ കോയിത്തമ്പുരാൻ തന്റെ പ്രേമഭാജനത്തിനൊരു സന്ദേശം അയക്കാൻ അന്ന് തപാലുമില്ല, ടെലിഫോണുമില്ല, ഒന്നുമില്ലാതിരിക്കെ പറന്നകന്നു പോകുന്ന കാർമുകിലിനോട് പറഞ്ഞയച്ചു പോലും. അതിനാണ് മേഘ സന്ദേശമെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതാ. ഏതാ? ഓമൽ പിച്ചിച്ചടി മരിത്രലോളിത വർഷബിന്ദു സോമക്ലിന്ന പുതുമലർ പതുക്കെ സ്ഫുടിച്ചിടുമ്പോൾ പ്രേമക്രോധ ക്ഷുഭിത ബാഷ്പധാരാവിലാക്കി ശ്രീമന്ദസ്മിതം സുമുഖിയാർന്ന് ഓർമ്മിച്ചിടുന്നേൻ. ചിത്രപ്രണയമസനെ വല്ല ജോലിക്കുമായി ഞാൻ വാണേൻ. എന്നാൽ ഒരു മകൻ അല്പദൂരഭ്യകാരെ കേടേറ്റം നീ വലിയുവത് കെട്ടിരിക്കലാണ് ചേതസ്വി ചകിതമാകുന്നത് ക്ഷണമേ. എന്റെ ചേതസ്വി മനസ്സ് ചകിതമായി പോകുന്നു. ഏണേ ക്ഷണേ മേ, എന്റെ ഹൃദയം അങ്ങനെ അങ്ങ് വല്ലാതെ. കാരണം ഒരല്പസമയത്തേക്ക് ഉച്ചയ്ക്കോ പകലെപ്പോഴെങ്കിലും ഒരു പകലൽപ്പം നകന്നിരിക്കുമ്പോൾ നിന്റെ മനസ്സിനകത്തുള്ള വിഷമം, ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്നതിന്റെ വിഷമം ഓർത്തു ഇത്രയും കാലം ഞാനും നീയും തമ്മിൽ കാണാതെ മാറിയിരിക്കുമ്പോൾ എന്തുമാത്രം ദുഃഖിതയായിരിക്കുമെന്ന് നീ ചിന്തിച്ച് ഞാൻ ഇരിക്കുമ്പോൾ ഓമൽ പിച്ചിച്ചെടി മലത്തിലൂടെ വർഷബിന്ദു സ്തോമക്ലിനാൽ പുതുവലർ പതുക്കെ സ്ഫുടിച്ചിടുന്നു. അതായത് പിച്ചിച്ചെടിയിൽ
ഈ മഞ്ഞുതുള്ളി വന്ന് ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ പണ്ട് നമ്മൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മുന്നോട്ട്, ഇന്നത്തെ നാടൻ ഭാഷ പറഞ്ഞാൽ ചള്ളും പൊട്ടും പറഞ്ഞു. കാര്യമുള്ള കാര്യമില്ല, ചുമ്മാതെ പറഞ്ഞ ഏത് സഹോദരിയും വഴക്കുണ്ടാക്കാൻ നേരത്ത് ആദ്യം പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. എന്തുമായിരിക്കും? അല്ലേലും എനിക്കറിയാം. ഏത് സഹോദരി തുടങ്ങുന്നത് അല്ലേലും എനിക്ക് അറിയാം. അതിൽ അറിവിന്റെ കനി ഔവ കഴിച്ച അന്ന് മുതൽ പെണ്ണുങ്ങൾ മൊത്തം ഇതാ പറഞ്ഞു കിടക്കുന്നത്. അല്ലേലും എനിക്കറിയാം. പിന്നെ പറയുന്ന കേൾക്കേണ്ടത്, എനിക്ക് നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വഴക്കിന്റെ പേര് പ്രേമക്രോധം. കുറിച്ചിട്ടോ പ്രേമക്രോധ ക്ഷുഭിത ബാഷ്പധാരാവിലാങ്കി എന്ന് പറയാൻ ഇങ്ങനെ രണ്ടും മുട്ടൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും ഒരു ക്രോധം ഉണ്ടാകുന്നത് നല്ലതാ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ സ്നേഹത്തിനൊരു മുറുക്കം വരാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ചില ഒക്കെ വേണം. അതിന് അദ്ദേഹം പറഞ്ഞത് പ്രേമക്രോധ ക്ഷുഭിത ബാഷ്പധാരാവിലാങ്കി ശ്രീ മന്ദസ്മിതം. ഇടയ്ക്ക് ഞാൻ പറഞ്ഞ ഒരൊറ്റ വെടി കേട്ട് ആ കണ്ണുനീര് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നീ ചിരിച്ച ആ ചിരി, ഈ പിച്ചിച്ചെടിയിലെ വെള്ളവും രണ്ടൂടെ കണ്ടപ്പോൾ ഞാൻ നിന്നെ ഓർത്തുപോയി എൻ്റെ പൊന്നേ എന്ന് എഴുതിയ അയക്കുക. ഇതുപോലെ കണ്ണുനീർ തൂകി കാന്താതാമസം എന്തോ എന്ന് നോക്കിയിരിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ഭാവി പ്രത്യാശയുടെ പ്രേമലേഖനമാണ് ഈ വെളിപ്പാട് പുസ്തകം. കരങ്ങൾ വീശി വീശി ദൈവത്തിന് സ്തോത്രം. പലർക്കും ഇത് പ്രസംഗിക്കാനൊക്കത്തില്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കുഴപ്പങ്ങൾ വരും. പലർക്കും ഇത് വായിക്കാനൊക്കത്തില്ല. മഞ്ഞക്കുതിര എങ്ങോട്ട് ചാടുന്നു, കറുത്ത കുതിര ഇങ്ങോട്ട് വരുന്നു, ചുവന്ന കുതിര ആകെ ഒരു വരുന്നു, രാത്രി സ്വപ്നം കാണുന്നു, കട്ടിലേന്ന് പൊത്തവും താഴെ വീഴുന്നു. ഇതൊക്കെ കൃപയില്ലാതെ ഇത് വായിച്ചത് കൊണ്ടാണ്. എന്നാൽ താത്തുവെക്കരുതേ, ഇതല്ലാതൊന്ന് വായിക്കരുതേ എന്ന് പറയുന്നത് തെറ്റാണെങ്കിലും ഇത് വായിക്കാതെ മറ്റൊന്ന് വായിക്കരുതേ. അങ്ങനെയാണ് ഓൾ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഈ തിരുവചനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് ഒന്നാം പുസ്തകത്തിൽ അല്ലെങ്കിൽ ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തേജസ്കരിക്കപ്പെട്ട ദൈവപുത്രന്റെ വെളിപ്പാട്. 2, 3 അധ്യായങ്ങളിൽ സഭയുടെ ദൂതിന്റെ വെളിപ്പാട്. 4-ാം അധ്യായത്തിൽ സ്വർഗവും സ്വർഗത്തിലുള്ളതിനെയും കുറിച്ചുള്ള വെളിപ്പാട്. 5-ാം അധ്യായത്തിൽ വീണ്ടെടുപ്പിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സിംഹാസനവും അതിന്റെ ഡിഗ്രിയും അതിന്റെ ഇടപാടുകളെ സംബന്ധിച്ചുള്ള വെളിപ്പാട്. 6-ാം അധ്യായത്തിൽ കുഞ്ഞാട് മുദ്ര പൊട്ടിക്കുന്നതിന്റെ വെളിപ്പാട്. 7-ാം അധ്യായത്തിൽ മുദ്രിതന്മാരുടെ വെളിപ്പാട്. 8-9 അധ്യായങ്ങളിൽ കാഹളങ്ങളുടെ വെളിപ്പാട്. 10-ാം അധ്യായത്തിൽ പ്രാവചനിക ചെറുപുസ്തകത്തിന്റെ വെളിപ്പാട്. 11-ാം അധ്യായത്തിൽ ദൈവസ്ഥലത്തിൽ നിൽക്കുന്ന 2 ഒലിവൃക്ഷങ്ങളും 2 നിലവിളക്കുകളുമായുള്ള വെളിപ്പാട്. 12-ാം അധ്യായത്തിൽ സൂര്യധാരണിയായ സ്ത്രീയുടെ വെളിപ്പാട്. 13-ാം അധ്യായത്തിൽ മഹാമൃഗത്തിന്റെ വെളിപ്പാട്. 14-ാം അധ്യായത്തിൽ ഓരോ ഗോത്രത്തിൽ നിന്നും 10,000 വീതമുള്ള 144,000 പേരുടെ വെളിപ്പാട്. 15-ാം അധ്യായത്തിൽ പളുങ്ക് നദി തീരത്ത് നിന്ന് പാടുന്ന മോശയുടെയും കുഞ്ഞാടിന്റെയും പാട്ട് വീണ പിടിച്ചു പാടുന്ന വൈണികന്മാരായ ഗായക സംഘത്തിന്റെ വെളിപ്പാട്. 16-ാം അധ്യായത്തിൽ ക്രോധകലശങ്ങളുടെ വെളിപ്പാട്. 17-ാം അധ്യായത്തിൽ മർമ്മം മഹതിയം ബാബിലോൺ, ദേശീയന്മാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന ദൂഷണ നാമം എഴുതിയിരിക്കുന്ന മഹാവേശ്യയുടെ വെളിപ്പാട്. 18-ാം അധ്യായത്തിൽ വാണിജ്യ ബാബിലോണിന്റെ വെളിപ്പാട്. 19-ാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെ കല്യാണത്തിന്റെ വെളിപ്പാട്. 20-ാം അധ്യായത്തിൽ സഹസ്രാബ്ദ വെളിപ്പാട്. 21-ാം അധ്യായത്തിൽ നവയെരൂശലേം ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന മണവാട്ടി എന്ന പോലെ ദൈവസന്നിധിയിൽ ഇറങ്ങി വരുന്നതിന്റെ വെളിപ്പാട്. 22-ാം അധ്യായത്തിൽ നിത്യ സമ്മേളന വെളിപ്പാട്. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. വരിക എന്ന് കേൾക്കുന്നവനും പറയട്ടെ. ഹല്ലേലൂയ. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. അത്രയുമായപ്പോൾ വെളിപ്പാട് പുസ്തകത്തിന്റെ ഇതിനകത്ത് എന്താ എന്നുള്ളത് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്ന് രാത്രി 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഉറക്കെ വായിക്കുന്നു. ശാസ്ത്രത്വം നിങ്ങളുടെ ചിന്ത ഇതിലേക്ക് കൊണ്ടുവരാനായി ഉറപ്പിക്കുന്നു. ഞാൻ സിംഹാസനത്തിലിരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയിൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു.
ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിനും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക്കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാർ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന് 7 മുദ്രയും തുറപ്പാൻ തക്കോണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അത് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് വഹിച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപവർഗം നിറഞ്ഞ പൊൻകലശം പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുൻപാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. സ്വർഗം തുറന്നിരിക്കുന്നു. സ്വർഗത്തിലൊരു സിംഹാസനം എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് ഇവിടുത്തെ 2nd ക്ലാസ് കസേരയല്ല. സിംഹാസനം എന്ന് പറയുമ്പോൾ ഈ സിംഹാസനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇരിക്കുന്നു. എവിടാ പിതാവ്, എവിടാ പുത്രൻ, എവിടാ പരിശുദ്ധാത്മാവ് എന്നൊക്കെ വാദിക്കുന്ന പുള്ളികളുണ്ട്. വാദത്തിന് ആദ്യം ഒരു കുറുന്തോട്ടി. പിതാവ് ഇടത്തെ അറ്റമാണോ ഇരിക്കുന്നു. കാരണം സിംഹാസനത്തിന് മധ്യമുള്ള കുഞ്ഞാടെന്ന് എഴുതിയിരിക്കുന്നു. കുഞ്ഞാട് അല്ലെങ്കിൽ പുത്രൻ മധ്യത്തിലാണെങ്കിൽ പിതാവ് ഇടത്ത. പിതാവിന്റെ മഹിമയുടെ വലതുഭാഗത്ത് പുത്രൻ നിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പുത്രന്റെ സ്ഥാനം അവിടെ തന്നെ. പുത്രൻ മധ്യത്തിലാണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ദൈവിക തൃത്വത്തിൽ 3 ആളത്വങ്ങളുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 3 ഊഹാഭോഗങ്ങളല്ല, 3 ആളത്വങ്ങളുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഈ 5-ാം അധ്യായം തെളിയിക്കാൻ ഈ ഒറ്റവീലിനെ കൊണ്ട് ഒക്കത്തില്ല. ഞാൻ പറഞ്ഞത് ആർക്കാണെന്നോ ആർക്ക് വേണ്ടിയാണെന്ന് മനസ്സിലായവർക്ക് പിടികിട്ടിപ്പോകും. ഇനി സിംഹാസനത്തിന്റെ മധ്യേ ഉള്ള കുഞ്ഞാട്. ഈ സിംഹാസനം എന്ന് പറയുമ്പോൾ അത് 4 ജീവികളുടെ പുറത്ത് ക്രമീകരിച്ചിരിക്കുക. 1-ാം ജീവി സിംഹത്തിന് സദൃശം, 2-ാം ജീവി കാളയ്ക്ക് സദൃശം, 3-ാം ജീവി മനുഷ്യമുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകന് സദൃശം. ഇതിന്റെ പുറത്ത് സിംഹാസനം വെച്ചിരിക്കുന്നു. സിംഹാസനത്തിന് മുമ്പിൽ തീയും പുകയും മണവും മണിയടിയും വെടിയും പൊടിയും പടക്കവും ഒന്നും ആവശ്യമില്ല. കാരണം ഈ സിംഹാസനത്തിന് ചുറ്റും മരതകത്തോടുള്ള പച്ചവില്ലുണ്ട്. ഗ്ലോറി എന്ന് തന്നെയുമല്ല, സിംഹാസനത്തിന് ഇടിയും മിന്നലും നാദവും പുറപ്പെട്ടുകൊണ്ടേയിരിക്കുക. അല്ലാതെ ഒരു കഥനക്കാരനെയും ആവശ്യം അവിടെ ഇല്ല എന്ന് തന്നെയുമല്ല, സിംഹാസനത്തിന് മുമ്പിൽ നിന്ന് പളുകുപോലെ ജീവജല നദി ഒഴുകുന്നുണ്ട്. ദൈവ കുഞ്ഞാട് ഈ സിംഹാസനത്തിന്റെ മധ്യയുണ്ട്. അല്ല, ഞാൻ സിംഹാസനം വിസ്തരിച്ചുകൊണ്ട് ഒക്കത്തില്ലല്ലോ. ഒത്തിരി കാര്യങ്ങൾ ഇത് രാത്രി നമുക്ക് തീരാനുണ്ട്. ഇന്നെല്ലാം തീർന്നില്ലെങ്കിൽ ബാക്കി നാളെ തീർക്കും, അത്രയേ ഉള്ളൂ. കാര്യം അരിയുന്നിടത്തോളം അരിഞ്ഞ് ചൊവ്വയെ അരിക തീർത്ത് കിളച്ചു പോകുന്നതാണ്. കിളയ്ക്കുള്ള സുഖമല്ല. അവിടെ ഇവിടെ ഇട്ട് കുന്താലി മാന്തിയിട്ട് കാര്യമില്ല. അതാ നോക്കണം, ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവാം ദൈവത്തിന്റെ കയ്യിൽ ഒരു പുസ്തകം ഇരിക്കുന്നു. ആരാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ? വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 10-ാമത് വാക്യം. പ്രസംഗം ആരംഭിച്ചിരിക്കുക. രക്ഷ എന്നുള്ളത് സിംഹാസനം ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവവും കുഞ്ഞാടുമായവൻ, അവന്റെ കയ്യിൽ അകത്തും പുറത്തും എടുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം. ഈ പുസ്തകം വാങ്ങുവാൻ യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതൻ. എന്താ ഈ പുസ്തകം? ഇത് വാങ്ങുവാൻ ആർക്കും കഴിഞ്ഞില്ല.
കഴിയുന്നില്ല, സ്വർഗത്തിലും ഭൂമിയിലും ആർക്കും കഴിയായികയാൽ യോഹന്നാൻ ഏറ്റവും കരഞ്ഞു. എന്തിനാ യോഹന്നാച്ചാ കരയുന്നത്? ഈ പുസ്തകം വായിക്കാൻ ആളില്ലല്ലോ എന്ന് വിചാരിച്ച് കരയല്ല. ഈ പുസ്തകം വാങ്ങിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഗതികേടിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് കരഞ്ഞതാ. സ്തോത്രം. എന്താണ് ഈ പുസ്തകം വാങ്ങിച്ചില്ലെങ്കിലുള്ള കുഴപ്പം? ഉത്തരം, പുസ്തകം വാങ്ങിച്ചുള്ള കുഴപ്പം എന്താണെന്ന് അറിയണമെങ്കിൽ പുസ്തകം എന്താണെന്ന് അറിയണം. ഈ പുസ്തകം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ തോൽ ബൈൻഡിട്ട് സിപ്പിട്ട് പൂട്ടി ഒളിച്ചു പിടിച്ച് കൊണ്ട് നടക്കുന്ന വേദപുസ്തകമേ അല്ല. പിന്നെ ഈ പുസ്തകം എന്താണെന്ന് അറിയണമെങ്കിൽ പുസ്തകം വാങ്ങിയപ്പോൾ അവിടുത്തെ ഗായക സംഘം ഒരു പാട്ടുപാടി. ആ പാട്ട് കേട്ടാൽ അറിയാം പുസ്തകം എന്താണെന്ന്. എപ്പോൾ പാടിയാലും സാഹചര്യത്തിനൊത്ത പാട്ട്. ആരും മരണ വീട്ടിൽ ചെന്ന് ഇനി മംഗല്യം ശോഭിക്കാന്നുള്ള പാട്ട് പാടാറില്ല. പാടുവോ? പാടിയാൽ അവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് പൊക്കും. എങ്ങോട്ടാ കൊണ്ടുപോകുന്നുള്ളത് മറ്റവനെ മൂടിയേക്ക് വന്നെങ്കിലേ പിന്നെ പറയും. എന്നാൽ കല്യാണ വീട്ടിൽ ചെന്ന് സമയമാറ്റവും പാടാറില്ല. ഓരോന്നിന്റെ ടൈമിംഗ് അനുസരിച്ചും അതതിന്റെ സ്വഭാവം അനുസരിച്ചും അവിടുത്തെ സ്ഥലകാല പരിതസ്ഥിതികൾ അനുസരിച്ചൊക്കെയാ പാടുന്നത്. ഇവിടെ കുഞ്ഞാട് പുസ്തകം വാങ്ങുവാനായി വരുമ്പോൾ ഈ പുസ്തകത്തെ നോക്കിക്കൊണ്ട് സ്വർഗീയ ഗായക സംഘം 24 മൂപ്പന്മാരും 4 ജീവികളും ചേർന്ന് ഒരു പാട്ടുപാടി. ആ പാട്ട് ഇങ്ങനെയാ: കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചു. ഇപ്പോഴും നമുക്ക് പിടികിട്ടില്ല എന്താ ഈ പുസ്തകമെന്ന്. നമുക്ക് ചേർന്ന് അവരോട് നമുക്കൂടെ പാടാം. എന്താ പാട്ട്? നിന്തിരുമേ നീ ആരോഹപ്പെട്ടു, നിന്റെ ഉദരത്തിൻ വിലയാൽ വാങ്ങിയതാ. നിന്തിരുമേ നീ ആരോഹപ്പെട്ടു, നിന്റെ ഉദരത്തിൻ വിലയാൽ വാങ്ങിയതാ. നീ അറുക്കപ്പെട്ടത് കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തു. ഈ പുസ്തകം വാങ്ങിയപ്പോൾ വീണ്ടെടുപ്പിന്റെ ഗാനം പാടിയത് കൊണ്ട് ഈ പുസ്തകം വീണ്ടെടുപ്പ് സംബന്ധമായ ഏതോ പുസ്തകം. സത്യം പറയണമല്ലോ, ഭൂമിയുടെ ഭാഗഉടമ്പടി പത്രം തമ്പുരാൻ എഴുതി, അകത്തെഴുതി. അത് ആ സ്ഥലം തികയാതെ വന്നതുകൊണ്ട് പുറത്തു കൊണ്ടെഴുതി. അങ്ങനെ അകത്തും പുറത്തും എഴുതി 7 മുദ്ര കൊണ്ട് മുദ്ര വെച്ച് ഇത് കയ്യിൽ വെച്ചിരിക്കുകയാണ്. ആരുണ്ട് ഇത് വാങ്ങുവാൻ? ഇത് കൈപ്പറ്റുവാൻ ആരുണ്ട്?
ഇത് കൈപ്പറ്റിയില്ലെങ്കിൽ ഭൂമിയുടെ വീണ്ടെടുപ്പ് നടക്കത്തില്ല, മനുഷ്യന്റെ വീണ്ടെടുപ്പ് നടക്കത്തില്ല. യാതൊരു